കണ്ടന്റ് വീഡിയോ ചെയ്യുന്നവർക്ക് ആ കണ്ടന്റും വീഡിയോ ക്വാളിറ്റിയും പോലെ തന്നെ പ്രധാനപ്പെട്ട സംഭവമാണ് അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് നല്ല ഒരു വയർലെസ് മൈക്ക് ഏതാണെന്ന്. റോഡിൻ്റെയോ DJIയുടെയോ പോലുള്ള ബ്രാൻഡഡ് വയർലെസ് മൈക്കുകളുണ്ട്. പക്ഷെ അതൊന്നും സാധാരണക്കാരനെ സംബന്ധിച്ച് അത്ര പ്രാപ്യമായ ഒരു വിലയല്ല. ഏകദേശം 25,000, 30,000, 30,000 മുകളിലൊക്കെയാണ് അതിൻ്റെ വില. അപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രാപ്യമായ വിലയുള്ള ഒരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയർലെസ് മൈക്ക്, അത്തരമൊരു മൈക്കിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ആണ് ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ. സാധാരണ നമ്മൾ ട്രാവൽ വീഡിയോകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. എന്നാൽ യാത്രയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രോഡക്റ്റുകളുടെ റിവ്യൂകളും നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു വയർലെസ് മൈക്കിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഡിജിടെക്കിൻ്റെ ഒരു വയർലെസ് മൈക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഡിജിടെക്കിന് തന്നെ ഒരുപാട് മോഡൽ വയർലെസ് മൈക്കുകളുണ്ട്. അതിൽ തന്നെ DWM116 എന്ന് പറഞ്ഞ ഒരു മോഡലിൻ്റെ പ്രോഡക്റ്റ് റിവ്യൂ ആണിത്. ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല. പെയ്ഡ് പ്രൊമോഷൻ വീഡിയോകൾ നമ്മൾ ഈ ചാനൽ ചെയ്യാറില്ല. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നത് ആ മൈക്കിലാണ്. അതിൻ്റെ വാങ്ങി ഉപയോഗിച്ചിട്ട് കുഴപ്പമില്ല എന്ന് തോന്നിയതിൻ്റെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്, ഡിജിടെക്കിൻ്റെ 2-in-1 വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം. അതിൻ്റെ ബോക്സാണിത്. ഇനി ഈ ബോക്സിലുള്ള സാധനങ്ങളൊന്ന് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ ബോക്സിലുള്ളത്. അതായത് 2 മൈക്ക്, റിസീവർ, ഇത് ചാർജിങ് പോർട്ട്, 2 ക്ലിപ്പ് ഷർട്ടുമായി ബന്ധിപ്പിക്കുന്നതിന്, അതുപോലെ 2 ഡെഡ് ക്യാറ്റ്, ഒരു ചാർജിങ് കേബിൾ, DSLR ക്യാമറയുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള കേബിൾ, ആൻഡ്രോയിഡ് കണക്ടർ, അതുപോലെ ഐഫോൺ കണക്ടർ. ഇത്രയുമാണ് ഈ ഒരു ബോക്സിലുള്ളത്. മൈക്കയിൽ തന്നെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മാഗ്നറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വേറൊരു ക്ലിപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. നമ്മുടെ മൈക്കയുടെ സൈഡിൽ ഇത് കണ്ടോ, ഇതുപോലെ ഒരു മഞ്ഞ ബട്ടൺ ഉണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചാലാണിത് പവർ ഓൺ ആയി. ഇതിന് 3 മോഡുകളുണ്ട് ഉണ്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ലൈറ്റ് കത്തുന്നത് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുള്ള മോഡാണ്. ഒരു സിംഗിൾ ബട്ടൺ ഞെക്കിയാൽ ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ ഓണായി. ഇനി ഒരു ഡബിൾ ബട്ടൺ ഞെക്കിയാൽ ഇതുണ്ടോ, ഇത് നമ്മളൊരു എക്കോ മോഡിലുള്ള ഒരു സൗണ്ട് വരും. ഇതാണ് ഇതിൻ്റെ സംഭവം. ഇതാണ് റിസീവർ. ഇതിന് നമ്മുടെ സൈഡിൽ ഒരു മഞ്ഞ ബട്ടൺ ഉണ്ട്. ഈ മഞ്ഞ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് ആണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്, പച്ചയായിട്ട് കാണിക്കുന്നത് ബാറ്ററി പെർസെൻറ്റേജ് ആണ്. അതല്ലാതെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ എത്ര മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ, 2 മൈക്ക് കണക്ട് ചെയ്താൽ 2, ഇപ്പോൾ ഒരു മൈക്കേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബട്ടൺ, ഒരു നീല ലൈറ്റ് കത്തുന്നുണ്ട്. രണ്ടാമത്തെ മൈക്കും കൂടി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 ലൈറ്റും കത്തും. ഇപ്പോൾ നമ്മൾ 2 ആളുകളൊക്കെ സംസാരിക്കണമെങ്കിൽ 2 മൈക്ക് നമുക്ക് കണക്ട് ചെയ്തിട്ട് സംസാരിക്കാം. പിന്നെ ഇത് കാണുന്നത്, എൻ്റെ പുറത്ത് കാണുന്നത് ഇതിൻ്റെ വോളിയം ബട്ടണാണ്. ഇത് നമുക്ക് മാക്സിമം വോളിയം എടുക്കാം, അതല്ലെങ്കിൽ 1, 2, 3 മാക്സിമം വോളിയം എടുക്കാം. ഇതിലേക്ക് നമ്മുടെ ഈ C ടൈപ്പ് പിന്നാണ് കണക്ട് ചെയ്യുന്നത്. ഇതിവിടെ കണക്ട് ചെയ്യുന്നത് ഉണ്ടോ, ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ ഫോണിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുള്ള മോഡലാണ്. എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ്. ഏകദേശം ഒരു 10 മീറ്ററിലധികം ദൂരമുണ്ട് ഇപ്പോൾ ഞാനും ക്യാമറയും തമ്മിൽ. ഇനി ഞാനിതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്നത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുള്ള ഓഡിയോ ആണ്. അപ്പോൾ തമ്മിലുള്ള വ്യത്യാസം, പ്രത്യേകിച്ച് അധികം പുറത്തുനിന്ന് നോയ്സൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ല തിരക്കുള്ള നോയ്സിൽ ഉള്ള സ്ഥലത്ത് പോയിട്ട് ഒന്നുകൂടി നമ്മളിതിൻ്റെ വീഡിയോ കാണിക്കാം. ഇനി ഒരു മോഡ് കൂടി ഉണ്ട്, അതാണ് എക്കോ മോഡ്, റീവേർബ് മോഡോ എന്താണ് ഇത് പറയുന്നത്. ആ മോഡിലുള്ള വോയിസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത്. അത്യാവശ്യം എക്കോ ആയിട്ട് നിങ്ങൾക്ക് വോയിസ് കേൾക്കാം. അത്യാവശ്യം പാട്ടുകളൊക്കെ പാടുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു മോഡ് നന്നായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ദൂരം, ഇവർ കമ്പനി പറയുന്നത്
ഏകദേശം 40 മീറ്ററാണ് ഇതിൻ്റെ ദൂരം പരിധി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് അതിൻ്റെ ദൂരപരിധി കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് ഒരു അത്യാവശ്യം നല്ല നോയ്സുള്ള സ്ഥലത്ത് പോയിട്ട് ഒരു വീഡിയോ കൂടി എടുക്കുന്നത്. ഏകദേശം ഒരു 40 മീറ്റർ ഡിഫറൻസിലാണ്, ദൂരത്താണ്. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുള്ള അവസ്ഥയിലാണ്. വോളിയം 1-ലാണ്, ഏറ്റവും മിനിമം വോളിയത്തിലാണ്. ഇനി വോളിയം ഒന്ന് കൂട്ടുകയാണ്, വോളിയം 2-ലേക്ക് ഇടുകയാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് വോളിയം 2-നുള്ളിലാണ് പിന്നെ വോയിസ് ആണ്. ഇനി ഒരു മാക്സിമം അതിൻ്റെ വോളിയം 3 ആണ്, വോളിയം 3-ലേക്ക് ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്നതാണ് വോളിയം 3. ഇനി ഇതിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തു. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുള്ള വോയിസ് ആണ് ഈ കേൾക്കുന്നത്. ഇനി ഇതിൻ്റെ റീവർ മോഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതാണിപ്പോൾ റീവർ മോഡിലുള്ള, എക്കോ മോഡിലുള്ള വോയിസ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിലാണ്, കോഴിക്കോട്ടിലാണ് ധാരാളം വാഹനങ്ങൾ പോകുന്നു. ഇപ്പോൾ ഞാൻ എടുക്കുന്ന വീഡിയോ നമ്മുടെ ഇതിലേക്ക് കണക്ട് ചെയ്യാതെ മൊബൈൽ ഫോൺ എടുക്കുന്ന വീഡിയോ. ഇതിൻ്റെ ഒരു വോയിസ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇതാണ് നമ്മൾ ഡിജിറ്റെക്ക് കണക്ട് ചെയ്തിട്ടുള്ള, നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുള്ള ഇവിടുത്തെ സൗണ്ട്. വണ്ടികൾ പോകുന്നുണ്ട്, നല്ല നോയ്സ് പുറത്തുണ്ട്. നേരത്തെ വീഡിയോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിജിറ്റെക്ക് വിത്ത് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്തിട്ടുള്ള ഇത്. നമുക്ക് ഇനി ഓഫ് ചെയ്തിട്ടുള്ള ഒരു വോയിസ് കൂടി കേൾക്കാം. ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ചെയ്തിട്ടുള്ള വോയിസ് ആണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. 30 മീറ്റർ മാറിയിട്ട് ഉള്ള നമ്മുടെ ഇതിൻ്റെ വോയിസ് ആണ് ഇപ്പോൾ ഈ കേൾക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുന്നത് ഇതിൻ്റെ വിലയാണ്. ഞാനിത് വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ 3999 രൂപ, 4000 രൂപ, അതാണ് ഇതിൻ്റെ വില. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഡിജിറ്റെക്ക് ഈ DWM-116 എന്ന ഈ ഒരു ഗാഡ്ജറ്റിൻ്റെ ക്വാളിറ്റി? വലിയൊരു സംഭവമാണെന്നും ഞാൻ പറയുന്നില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അത്ര പക്ക നോയ്സ് ക്യാൻസലേഷൻ ഒന്നും വരുന്നില്ല. നമ്മൾ ഹൈവേയിലൊക്കെ നിന്നപ്പോൾ ചെറുതായിട്ട് നോയ്സൊക്കെ പിടിക്കുന്നത്. പക്ഷെ നമ്മൾ എന്താ പറയുക, റോഡിൻ്റെയോ അല്ലെങ്കിൽ DJയുടെ ഒക്കെ ഒരു വയർലെസ് മൈക്ക് വാങ്ങുമ്പോൾ ഏകദേശം 10-15,000 രൂപ ചിലവാക്കണം. അപ്പോൾ ഇതൊരു 4000 രൂപക്ക് അത്യാവശ്യം വർത്താണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള നമ്മുടെ യാത്രകളിൽ, വീഡിയോകളിൽ ഡിജിറ്റെക്ക് കൂടെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഗാഡ്ജറ്റുകൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.